ഇന്ന് മറുനാടിൽ വന്ന വാർത്തയാണ് കേട്ടോ ഇത്. വമ്പൻ മാഫിയുടെ കഥയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ വ്യാജ ചികിത്സയാണ് നടക്കുന്നത്. ബി.പി, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, വെരിക്കോസ് വെയിൻ, സ്കിൻ ക്യാൻസർ, അത് ഇത് മാറണോ സാർ? നമ്മുടെ അടുത്ത് വരും. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണം, ന്യൂട്രീഷൻ കുടിക്കുമെന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ. രാവിലെ ഒരു ഷേക്ക് ഉണ്ട്, അപ്പോൾ അത് രാവിലെ കഴിക്കണം. എൻ്റെ ക്യാൻസർ മാറി RCCയിൽ 25 ഡോക്ടർമാർ ഇത് എടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ 6000 രൂപ 4000 രൂപ. അപ്പോൾ നമ്മൾ ഈ ഫുൾ പൈസ എടുത്തിട്ട് സൈഡ് എഫക്റ്റ് എല്ലാം കൂടുതലായതുകൊണ്ട് ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്ന കുറച്ച് സാധനങ്ങളാണ് ഇത് എൻ്റെ കയ്യിലുള്ള ഹെർബൽ ലൈഫിൻ്റെ ന്യൂട്രീഷണൽ പ്രൊഡക്റ്റാണ്. അതായത് ന്യൂട്രീഷണൽ ഫുഡ് സപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഇത് ഫോർമുല 1, അതിനോടൊപ്പം ഷേക്ക് മേറ്റ്, പിന്നെ പ്രോട്ടീൻ പൗഡർ, അങ്ങനെയുള്ളതൊക്കെയാണ് കിട്ടുന്നത്. ഇത് നമ്മളൊരു ഷേക്ക് പരുവത്തിൽ വെള്ളത്തിൽ അടിച്ച് കുടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് കഴിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കിൻഡൽ കണക്കിന് മുടി കൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറയാം. ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഹെർബൽ ലൈഫിനെ കുറിച്ചാണ്. അപ്പോൾ 2 മാസം ഹെർബൽ ലൈഫ് ഉപയോഗിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം. ഇതിനു മുമ്പ് എൻ്റെ പഴയ ചാനലിൽ ഞാൻ ഹെർബൽ ലൈഫിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുതിയതായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമല്ല ഇത്. ഇപ്പം ഞാൻ മറുനാടൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേനും ഞാൻ ഓർത്ത് ഒന്നും കൂടെ അതൊരു വീഡിയോ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹെർബൽ ലൈഫിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചതിന് എൻ്റെ കയ്യിൽ അതിൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളും ഇരിപ്പുണ്ട്. 1 വർഷം മേളിലായി ഞാനത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അത് കളയാമെന്നോർത്ത് എൻ്റെ ഡപ്പയൊക്കെ ആക്രിക്കാർക്ക് പറക്കി കൊടുക്കാമെന്നോർത്ത് എടുത്ത് കൂട്ടിയിട്ടേക്കുവാണ്. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്കുണ്ടായ കുറച്ച് സൈഡ് എഫക്റ്റും കാര്യങ്ങളും, ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണവും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളതും, ഇപ്പോൾ ഈ പുറത്ത് വന്നിരിക്കുന്ന ന്യൂസിൽ എന്തെങ്കിലും സത്യവും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതിനു മുമ്പായിട്ട് ആ മറുനാടൻ്റെ ആ വീഡിയോയ്ക്ക് ഹെർബൽ ലൈഫിനെ കുറിച്ചുള്ള ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന അവർക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് കുറച്ച് പേര് കമന്റ് ചെയ്തേക്കുന്നത് ഞാൻ വായിക്കാം. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് 29 വയസ്സ് മാത്രമുള്ള അവന്റെ കൂട്ടുകാരൻ 2 കിഡ്നി ഫെയിലിയർ ആയെന്ന്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ടുണ്ടായ അവരുടെ അനുഭവമാണ് അവർ ഷെയർ ചെയ്യുന്നത്. എനിക്കിത് കഴിച്ചിട്ട് ചീത്ത കൊളസ്ട്രോൾ കൂടി, തക്ക ടൈമിലെ ബ്ലഡ് ചെക്ക് ചെയ്തു, 40,000 രൂപയോളം ലോസായി. അതേപോലെ കോഹ്ലി, റൊണാൾഡോ ഫോട്ടോ വെച്ചാണ് ഇവർ പറ്റിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഒരു കമന്റ് ഇവിടെ വായിക്കാം. കുട്ടൂസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്ന് ഒരു വലിയ കമന്റ് ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വായിച്ച് ഞാൻ നിർത്തിയിട്ട് എൻ്റെ അനുഭവം പറയാം. ഞാനും ഇത് യൂസ് ചെയ്തിരുന്നു. ഇതിൽ വർക്കും ചെയ്തിരുന്നു. നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്ത് വന്നതായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ഡിസിഷൻ ആയിട്ടാണ് ഞാൻ ഇതിൽ വർക്ക് ചെയ്ത ടൈം കാണുന്നത്. കൂടെ യൂസ് ചെയ്തിരുന്ന കുറച്ച് പേർക്ക് അസുഖങ്ങളൊക്കെ ആയി. ഹസിന്റെ ഓഫീസിൽ പുള്ളിയും ആളെ ചേർക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ അഡ്മിറ്റ് ആയി ഹോസ്പിറ്റലിൽ. എനിക്ക് ആ ടൈമിൽ ആ ടൈമിനെ പറ്റി എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല. ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നവർക്ക് മുടി നല്ലതുപോലെ പോകുന്നുണ്ട്. ഒരുവിധം ആളുകളൊക്കെ കഷണ്ടിയുമാണ്. അസുഖങ്ങളൊക്കെ പോകുന്നത് ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് വെയിറ്റ് കുറയുന്നത്. പിന്നെ നമ്മൾ നല്ല രീതിയിൽ വെള്ളവും കുടിക്കും. കോടതിയിലുള്ള ഒരു കൊച്ചിന് ഫിക്സ് വന്നു. അത് പറഞ്ഞപ്പോൾ അവരൊന്നും മൈൻഡ് ഇല്ലായിരുന്നു. അവർക്കൊന്നും ആരോടും ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാത്തവരാണ്. ഏറ്റവും രസം, അവരുടെ മെയിൻ ഹെഡിന്റെ വൈഫ്. ഞാൻ 4 വർഷമായി അവരെ കാണുന്നതാണ്. അവർക്ക് എപ്പോഴും ഭയങ്കര വണ്ണമാണ്. ഏതായാലും അവരുടെ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ എസ്കേപ്പ് ആയി. അപ്പം അങ്ങനെയുള്ള ഒരു 5-6 നെഗറ്റീവ് കമന്റ് മാത്രം ഞാൻ വായിക്കുവാണ്. കൂടുതലും ബാക്കിയുള്ളത് മിക്കതും തന്നെ പോസിറ്റീവ് കമന്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഇവർക്കൊരു ഗൂഗിൾ മീറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഒരാളുടെ അണ്ടറിൽ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തെ കുറെ ആൾക്കാരുമായിട്ടാണ് നമ്മൾ ഗൂഗിൾ മീറ്റ്. അത് തന്നെ ഒരു 10,000 പേരോളം വരും. അങ്ങനെ പല ഗൂഗിൾ മീറ്റും ആകുമ്പോൾ എത്രയോ ആൾക്കാർ വരും. അവരൊക്കെ വന്നാണ് ഈ നല്ല നല്ല കമന്റുകൾ ഇടുന്നത്. അപ്പൊ ഞാൻ എനിക്കുണ്ടായ അനുഭവം പറയാം. അപ്പൊ ഞാൻ 2 മാസമാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചത്. ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരു 6,000 രൂപയോളം വരും. നമുക്ക് ഷേക്ക് മേറ്റ്, അതേപോലെ പ്രോട്ടീൻ പൗഡർ, ഫോർമുല 1 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. 1 മാസം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് 2 ഫോർമുല 1ന്റെ പൗഡർ വേണം. അത് പല ഫ്ലേവറിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു 3 സ്പൂണ്, ഷേക്ക് മേറ്റിന്റെ 1 സ്പൂണ്, അതേപോലെ പ്രോട്ടീൻ പൗഡറിന്റെ 1 സ്പൂണ് എല്ലാം കൂടെ മിക്സിയിൽ 1 കപ്പ് വെള്ളത്തിൽ, അതായത് ഒരു വലിയ ഗ്ലാസ് വെള്ളത്തിൽ അടിച്ചിട്ടാണ് രാവിലെയും വൈകുന്നേരം നമ്മൾ കുടിക്കേണ്ടത്. ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ കുറച്ച് വെജിറ്റബിളും കുറച്ച് ചോറും നമുക്ക് വീട്ടിലുള്ള എന്തെങ്കിലും ഒരു കറിയും കൂടെ നമുക്ക് എടുക്കാം. ഇത് ഇത്രയാണ് നമ്മൾ കഴിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ 20 കിലോ ഉള്ള ഒരാൾക്ക് ഒരു ദിവസം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ, അതായത് ഒരു 80 കിലോ ഒക്കെ ഉള്ളവർ 4 ലിറ്ററിന് മേളിൽ വെള്ളവും കുടിക്കണം. അപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അത് നമുക്ക് ഈ ഫാസ്റ്റിങ്ങിനെ പറ്റിയോ ഡയറ്റിനെ പറ്റിയോ കൂടുതലൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമുക്കിത് മനസ്സിലായില്ല. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി. നമ്മൾ രാവിലെ 8 മണിക്ക് ഫുഡ് കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്നു, പിന്നെ ഒരു 6 മണിയോടെ നമ്മൾ നമ്മുടെ ഫുഡ് സ്റ്റോപ്പ് ചെയ്യുവാണ്. നമ്മൾ വൈകുന്നേരത്തെ ആ ഒരു ഷേക്കും ആ ഒരു ഫോർമുലയും കൂടെ എടുത്ത് നമ്മളത് അങ്ങ് നിർത്തുവാണ്. അപ്പോഴത്തേനും നമ്മൾ നോർമലി തന്നെ വെള്ളവും കുടിച്ച് ഇതേപോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഫുഡും കഴിച്ച് ഈ ഒരു ടൈമിൽ നമ്മൾ ഫുഡ് സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പക്ഷെ അത് മനസ്സിലാവുന്നില്ല.
അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഈ ഹെർബൽ ലൈഫിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ ഒരു ആൻറ്റിയാണ് എനിക്ക് ഈ ഹെർബൽ ലൈഫ് പരിചയപ്പെടുത്തി തന്നത്. ആൻറ്റിക്ക് PCODയും മറ്റ് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഷുഗർ പോലുള്ള അസുഖങ്ങൾ. അപ്പം നല്ല വണ്ണം ഉണ്ടായിരുന്നു, 100-ന് മേളിൽ വണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിക്ക് വണ്ണം കുറക്കണമെന്ന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റി ഇത് മേടിച്ചു, ഇത് ഹെർബൽ ലൈഫിൻ്റെ പ്രോഡക്റ്റ് മേടിച്ചു. പിന്നെ ആദ്യം മേടിക്കുമ്പോഴത്തേന് ഈ 16,000 രൂപയാണല്ലോ. അവരന്നേരം പറയും 1-2 പേരെയും കൂടെ പരിചയപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് അവരുടെ 6,000 രൂപ എന്നുള്ളത് കുറേ കട്ടായ ലാസ്റ്റ് അവർക്ക് ഫ്രീ ഫുഡായിട്ട് കിട്ടും. അപ്പം അങ്ങനെ ആൻറ്റി എന്നെയും കൂടെ പരിചയപ്പെടുത്തുമായിരുന്നു. എനിക്ക് അന്നേരം ആൻറ്റിക്ക് ഒരു 1.5 മാസം കൊണ്ട് 10 കിലോയോളം കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേന് എനിക്കും തോന്നി എന്നാൽ അത് മേടിക്കണം തോന്നി. കാരണം എനിക്കും PCOD ഉണ്ട്, 3 കുട്ടികളാണ് എനിക്ക്. അപ്പോൾ ഡെലിവറിക്ക് ശേഷം നല്ല വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 86 കിലോയോളം നിന്ന സമയത്താണ് എന്നെ ആൻറ്റി കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ 90 ആകും 100 ആകും, നമുക്ക് പിന്നെ അത് കുറയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. ഫുഡ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ടൊന്നും ഫുഡ് കഴിക്കില്ല, 3 നേരം ഫുഡ് കഴിക്കും. അല്ലാതെ പിന്നെ റിപ്പീറ്റ് എടുത്ത് കഴിക്കുമോ അല്ലെങ്കിൽ പിള്ളേർ സ്നാക്കുകൾ കയറി ഇറങ്ങി തിന്നോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. വെള്ളം കൂടി പൊതുവേ എനിക്ക് കുറവായിരുന്നു. അപ്പം ഞാനും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ മാസം എനിക്ക് 6,000 രൂപയോളം ആയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന് അത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ ഹസ്ബൻഡിന് പൊതുവെ ക്രിക്കറ്റ് കളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കോഹ്ലിയൊക്കെ കഴിക്കുന്ന ഫുഡാണ്, അത് കുറയുന്നുണ്ടോ നോക്കി 1 മാസം കഴിയുമ്പോൾ നമുക്ക് നിർത്താം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ച് തന്നത്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്ന സമയത്ത് അവർ പറഞ്ഞതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്തു. രാവിലെയും വൈകുന്നേരവും ഈ മിക്സ് ഇതാണ് കഴിക്കുന്നത്. ഇതൊരു ന്യൂട്രീഷണൽ ഫുഡ് എന്നാണ് പറയുന്നത്, അല്ലാതെ പല കമന്റിലും കാണുന്ന പോലെ ഇതൊരു മെഡിസിൻ എന്ന് പറഞ്ഞവർ തരുന്നില്ല. അത് സത്യം തന്നെയാണ്, ഇതൊരു ന്യൂട്രീഷണൽ ഫുഡാണ്. അപ്പം എനിക്ക് ഒരു 1.5 മാസം കൊണ്ട് തന്നെ 10 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വെയിറ്റ് കുറയുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് ഒരു 10-15 ദിവസത്തിനുള്ള ഒരു വെയിറ്റും കുറഞ്ഞില്ല. കുറഞ്ഞ ഒരു 10 കിലോയിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു 78, 77 ആ ഒരു ഇതിലോട്ട് പോയായിരുന്നു എൻ്റെ വെയിറ്റ്. അപ്പോൾ തന്നെ എനിക്ക് ബോഡിയിൽ നല്ല ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സൈഡ് എഫക്റ്റുകൾ അന്നേരം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പോലും എനിക്ക് ഇതേപോലെ മുടിയൊന്നും കൊഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പം തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ എന്തുമാത്രം മുടിയാണ് എൻ്റെ അത് കൊഴിഞ്ഞതെന്ന്. അപ്പോൾ ഇതിൻ്റെ അപ്പുറം മുടിയാണ് ചില സമയത്ത് തീരുമ്പോൾ എനിക്ക് കിട്ടുന്നത്. ഡെയിലി ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇതേപോലെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതേപോലെ നല്ല ഉള്ളുള്ള മുടിയായിരുന്നു. കല്യാണ സമയത്തൊക്കെ ആൾക്കാർ എന്നോട് വെപ്പ് മുടിയാണോ എന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് കട്ടിക്ക് നല്ല ഉള്ളുള്ളൊരു മുടിയായിരുന്നു എൻ്റേത്. മുടി ഒരു 30-40% എൻ്റേത് ഇപ്പം തന്നെ പോയി. അപ്പം മുടിയും ഇങ്ങനെ കൊഴിയാൻ തുടങ്ങി. പിന്നെ വണ്ണവും കുറയുന്നില്ല, ഭയങ്കര എമൗണ്ടും. എനിക്കാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നു, പക്ഷേ എനിക്ക് മറ്റുള്ളവരെ ചേർക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേനും എനിക്ക് ആ ഒരു എമൗണ്ട് തന്നെ കൊടുക്കണം. നമ്മൾ മറ്റുള്ളവരെ ചേർക്കുവാണെങ്കിൽ നമ്മുടെ എമൗണ്ട് കുറഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. കാരണം മറ്റുള്ള പിന്നീട് നമുക്ക് എന്തോ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. കാരണം ഇതുവഴി ബിസിനസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ വണ്ണം ഇച്ചിരി കുറയുക എന്നുള്ളതേ ഉള്ളായിരുന്നു. എനിക്ക് അന്നേരം PCOD ഉണ്ടായിരുന്നു. ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം PCOD, കുറച്ച് അംബ്ലിക്കൽ ഹെർണിയയുടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതെടുക്കാൻ തുടങ്ങുന്നത്. കൂടുതലും ഡയറ്റൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. കാരണം ഞാൻ തന്നെയാണ് വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോഴത്തേനും എനിക്ക് പിള്ളേർ ബാക്കി വെക്കുന്നത് അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോഴും ഒക്കെ എനിക്ക് അങ്ങനെ നോക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വെയിറ്റ് ഞാൻ അങ്ങനെ അത് നിർത്തി. 2 മാസത്തോളം എനിക്ക് ഈ മുടി കൊഴിയുകയും അതേപോലെ വെയിറ്റ് സ്റ്റക്കായിട്ട് പിന്നെ അത് കുറയുന്നില്ല. കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ളത് ആദ്യത്തെ ഒരു 10 കിലോയോളം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന ജലാംശവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കുറയും, ചൊങ്ങും. ആ ഒരു 10 കിലോ നമുക്ക് പെട്ടെന്ന് കുറഞ്ഞാലും പിന്നെ അങ്ങോട്ട് കുറയാതാവും. പിന്നീട് നമ്മൾ 1 മാസം ഫുഡ് കഴിച്ചാലും കുറയുന്നില്ല, അവർക്ക് 16,000 രൂപയോളം കൊടുക്കണം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഞാനിങ്ങനെ നിർത്തിയതാണ്. അപ്പോഴത്തേനും പിന്നെ നിർത്തി കഴിഞ്ഞപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് 76, 77 നിന്ന ആ വെയിറ്റ് എനിക്കിപ്പം നോർമൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന പോലെ നോർമലായിട്ട് ഫുഡ് കഴിച്ച്, അമിതമായിട്ടൊന്നും അല്ല, നോർമലായിട്ട് ഫുഡ് കഴിച്ച് പിന്നെ എനിക്കത് 80 പിന്നെ 85. ഇപ്പം ഞാൻ 91, 92 നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധാരണ നമ്മുടെ ഡയറ്റ് നമ്മൾ ഇവർ പറയുന്നത് പോലെ രാവിലെ ഒരു 6 മണിക്ക് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഫുഡും കഴിച്ച് ഇതേപോലെ വെള്ളവും കുടിച്ച് ഫുഡിൻ്റെ അളവും ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി വെയിറ്റ് കുറയാവുന്നതേ ഉള്ളൂ. ഇവർ പറയുന്ന ആ ഒരു ഫോർമുല ഷേക്കിന് രാവിലെ വരുന്ന 250 കലോറിയാണ് അതിൽ വരുന്നത്. അപ്പം നമുക്കത് കഴിക്കുമ്പോൾ രാവിലെയും വൈകുന്നേരം കൂടെ 500 വരുന്നുള്ളൂ. പിന്നെ ആ ഒരു ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ ഒരു 500 കഴിക്കുന്നതെങ്കിൽ പോലും ഒരു 1000 കലോറിയുടെ അടുത്തേ വരുന്നുള്ളൂ. അങ്ങനെ നമുക്ക് നോർമലി ഫുഡ് കഴിച്ച് നമുക്ക് വണ്ണം കുറയും. നമ്മളതിനനുസരിച്ച് ഒരു 4 ലിറ്ററോളം വെള്ളം ഇടയ്ക്ക് കുടിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് വണ്ണം കുറയുന്നത്. അത് അല്ലാതെ ഇവരുടെ ആ ഒരു പൗഡറും കൊണ്ട് തന്നെ എന്നല്ല. പൗഡർ കൊണ്ട് കുറയുന്നവർ കാണാം, അസുഖങ്ങൾ കുറയുന്നവർ കാണാം. പക്ഷേ നമുക്കുണ്ടായ സൈഡ് എഫക്റ്റും കാര്യങ്ങളും നമ്മളും പറയണമല്ലോ. ഇവരുടെ പ്രൊഡക്റ്റ് ഫേക്കാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് കഴിച്ച അസുഖങ്ങൾ കുറഞ്ഞവരൊക്കെ കാണും, പക്ഷേ കുറയാത്തവരും ഇതേപോലെ സൈഡ് എഫക്റ്റ് ഉള്ളവരും കാണും. അതിലൊരാളാണ് ഞാൻ. എനിക്ക് അമിതമായിട്ട് തന്നെ മുടി കൊഴിച്ചിലും ഉണ്ടായി, അതേപോലെ കുറഞ്ഞ വണ്ണം തിരിച്ചു കയറുകയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതേപോലെ എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, അതേപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായി. അതൊക്കെ എനിക്ക് ഇതിൽ നിന്നുണ്ടായ സൈഡ് എഫക്ട്സ് ആണ്. അപ്പം അത് കഴിഞ്ഞിട്ട് 2-ാം മാസം ഒരു പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ ഫുഡ് നിർത്തി. ആ ഫുഡിൻ്റെ ബാക്കിയാണ് ഞാൻ ഈ കാണിച്ചത്. ഞാൻ എടുത്ത് കളയാനായിട്ട് അങ്ങനെ വെച്ചിരുന്നു. ഞാനിപ്പം അതിൻ്റെ ആ ഒരു ഡപ്പയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കളയാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നതാണ്. ഇതുവഴി ആക്രിക്കാർ വല്ലതും പോകുമ്പം എടുത്ത് കൊടുക്കാം, ആ ഡപ്പയൊക്കെ എടുത്ത് കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട്
അങ്ങനെ വെച്ചിരുന്നതാണ് ഈ വീഡിയോയുടെ ആദ്യം കാണുന്നത്. അപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് പോസിറ്റീവായിട്ട് വന്ന് കമൻറ്റ് ഇട്ടപ്പോഴത്തേന് എനിക്ക് തോന്നി എൻ്റെ അനുഭവം കൂടെ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.